ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി മാങ്ങ മുളകിട്ട കറിയാണ്. 2 മാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലൊരു കറി തയ്യാറാക്കിയെടുക്കാം. എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ഈ കറി തയ്യാറാക്കാൻ 3 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ എങ്ങനെ ഈ കറി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ എന്ന അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ എന്ന അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ എന്ന അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ എന്ന അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉലുവയൊക്കെ നന്നായി ഒന്ന് പൊട്ടിത്തെറിക്കട്ടെ. ഈ കറി തയ്യാറാക്കാൻ വേണ്ടി 50 ഗ്രാം എന്ന അളവിൽ ചെറിയുള്ളി നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 പച്ചമുളകാണ്, നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി ഒന്ന് കുഴഞ്ഞ് വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം. ഈ കറി തയ്യാറാക്കുമ്പോൾ വഴറ്റുന്ന സമയത്ത് ചെറിയുള്ളിയുടെയും ഉലുവയുടെയും ഒക്കെ ഒരു മണം നല്ലപോലെ വരുന്നുണ്ട്. മീൻകറിയുടെ ഒക്കെ ഒരു മണമാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് കലക്കി വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതും കൂടി ഇട്ട് കൊടുത്ത് പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയുള്ളിനൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് നീളനെ അരിഞ്ഞെടുത്ത് 2 മാങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. 1.5 ഗ്ലാസ് എന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടിക്കോളും. ഈ കറി തയ്യാറാക്കുമ്പോൾ നല്ല ലൂസാവാനും പാടില്ല, തിക്കാവാനും പാടില്ല. ആ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മാങ്ങ നന്നായി ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മാങ്ങ വേവാൻ 5 മിനിറ്റ് പോലും വേണ്ട. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ മാങ്ങയൊക്കെ ഉടയാത്ത രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളകിട്ട മാങ്ങക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോസ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.